എനിക്ക് സത്യം പറഞ്ഞാൽ വളരെ ത്രില്ലാണ്, വളരെ ഉത്സാഹമാണ്. അതോടൊപ്പം ഈ ഉത്തരവാദിത്വം നിറവേറ്റണമെന്നുള്ള ഉത്തരവാദിത്വ ബോധമാണ്. അതെനിക്ക് കിട്ടിയിട്ടുള്ളത് അതിദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ആണ്. സ്വാഭാവികമായിട്ടും ഒരു പദം വന്ന നിലയിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യവുമാണ്. വലിയ ഉത്തരവാദിത്തമാണല്ലോ. കാരണം ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, ലെജിസ്ലേച്ചർ. എക്സിക്യൂട്ടീവിൻ്റെ തലവനായി ആ രൂപത്തിൽ വരും, മന്ത്രിസഭയുണ്ടാകും, അതിനോടൊപ്പമുള്ള ആളുകളുണ്ടാകും. ജുഡീഷ്യറിയിലെ തലവനായിട്ട് ചീഫ് ജസ്റ്റിസ് ഉണ്ടാകും, ബന്ധപ്പെട്ട ആളുകളുണ്ടാകും. അതോടൊപ്പം തന്നെ ലെജിസ്ലേച്ചറിൻ്റെ തലവനായിട്ട് ഞങ്ങളുടെ ഈ സമൂഹം ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ഈ 3 പില്ലറിലും നാലാമത്തത് നമ്മളുടെ മാധ്യമ പ്രവർത്തകരാണ്. ജനാധിപത്യം ഇരിക്കുന്നത് ഈ 4 പില്ലറിലാണ് എന്നുള്ളത് എത്രയോ കോട്ടിങ്സ് ഉണ്ടായിട്ടുണ്ട്. ഞാനതൊന്നും ആവർത്തിച്ച് പറയുന്നില്ല. അപ്പോൾ അതിൽ ഒരു പില്ലറിൻ്റെ തലപ്പത്തേക്ക് എത്താൻ പറ്റുക എന്ന് പറയുന്നത് അതിപ്രധാനമായ ഒരു നിമിഷമായി ഞാൻ കാണുകയാണ്. സഭയ്ക്കകത്ത് ഇമ്പാർഷ്യലായിരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതിൻ്റെ അർത്ഥം രാഷ്ട്രീയ അഭിപ്രായമെല്ലാം പണയം വെച്ചിട്ട് പോകുന്ന ഒരു അരാഷ്ട്രീയവാദിയാകണം സ്പീക്കർ എന്നാരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ നീതിബോധത്തോടു കൂടി പെരുമാറുക, നീതിനിഷ്ഠമായി മുന്നോട്ട് പോകുക, സഭയ്ക്കകത്ത് നിഷ്പക്ഷമായ നിലപാടെടുക്കുക, അങ്ങനെ പ്രീതിയോ ഭീതിയോ ഇല്ലാതെ നമ്മുടെ പരിശ്രമം പൂർത്തിയാക്കുക. പാർട്ടി തീരുമാനമാണ്, എന്നിരുന്നാൽ പോലും വ്യക്തിപരമായ ഒരു വകുപ്പ് വേണം അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. യഥാർത്ഥത്തിൽ മന്ത്രിസ്ഥാനവും ഇതും തമ്മിലൊരു കമ്പാരിസനേയില്ല. ഞാനത് നിങ്ങളോട് പറഞ്ഞു. മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് അതിനേക്കാൾ വ്യത്യസ്തമായ ഒരു തൂണിൻ്റെ ഭാഗമാണ്. 4ാം തൂണ് നമ്മളുടെ മാധ്യമവുമാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അതിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിലൊരു കഥയില്ല. വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിൽ ഈ കാര്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി പാർട്ടി എന്നെ നിയോഗിച്ചു എന്നുള്ളതിൽ എനിക്ക് പാർട്ടിയോടും പാർട്ടി നേതൃത്വത്തോടും വളരെ കൂടുതൽ ബഹുമാനവും മതിപ്പും സന്തോഷവുമാണ്. കാരണം ഈ ഉത്തരവാദിത്തം നിറവേറ്റാൻ എനിക്ക് കഴിയും എന്ന് കണ്ടെത്തിയതിൽ സന്തോഷവുമുണ്ട്. സർ, മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ നമുക്ക് നാക്കുപിഴവൊക്കെ സ്വാഭാവികമാണ്. ഈ സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം ഉണ്ടാകുന്ന തരത്തിലുള്ള സാഹചര്യമുണ്ട്. അതിനെയൊക്കെ എങ്ങനെയാണ്? പൊന്നുമോളെ, ഒരു നാക്കിൻ്റെ പിഴവില്ലാത്ത ഒരാളിനെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? മാധ്യമപ്രവർത്തകരുണ്ടോ? ജുഡീഷ്യറിയിലുണ്ടോ? പൊതുപ്രവർത്തനത്തിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഞാനും ആ കൂട്ടത്തിൽ സമൂഹത്തിൻ്റെ ഒരാളാണെന്ന് കരുതിയാൽ മതി. എന്നെയും ആ പരിച്ഛേദത്തിനകത്ത് ചേർത്താൽ മതി. വളരെ സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, ആവർത്തിച്ച് പറഞ്ഞല്ലോ, എനിക്ക് വളരെ സന്തോഷമാണ്.